പണ്ട് ഈ അശ്വത്ഥാമാവിന്റെ കഥയുണ്ടല്ലോ മഹാഭാരതത്തില്. അശ്വത്ഥാമാവ് ഈ പാണ്ഡവപുത്രന്മാരെ എല്ലാം കൊന്നൊടുക്കിയതിനു ശേഷം ബ്രഹ്മാസ്ത്രം എവിടേക്ക് വിടുമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണമെന്ന് ശ്രീകൃഷ്ണൻ കേണ വീട്ടിച്ചപ്പം അത് ഉത്തരയുടെ ഗർഭത്തിൽ പോയി പതിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായും ദേഹം മുഴുവൻ ചലവും പൊട്ടിയൊലിച്ച് നടക്കട്ടെ എന്നും ലോകം ചുറ്റട്ടെ എന്നും ശപിക്കുകയുണ്ടായി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അപ്പൊ ഈ അശ്വത്ഥാമാവ് വേറൊന്നുമല്ല, എല്ലാവരിലും അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ഒരു പകയുടെ ഈശ്വരനാണ്. ഈ 9 വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം നമ്മൾ വീണ്ടും ബോംബ് നിർമ്മാണമാണെന്നൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്? ഈ പകയുടെ ഈശ്വരനെ നമ്മൾ വീണ്ടും ഉണർത്തി വിടുകയാണ്. ഉദാഹരണത്തിന് അല്ല ഡോക്ടർ കണ്ണൂർ ജയരാജ്, ജില്ല ബോംബ് നിർമ്മാണമാണെന്ന് ബ്രാൻഡ് ചെയ്യുകയല്ല. ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ആ 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത്. അവർ CPM പ്രവർത്തകരാണെന്നതിൽ സംശയമില്ല. അല്ല, ഒരു മിനിറ്റ്. ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഇവർ 2 പേരും കൊല്ലപ്പെട്ടപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി തള്ളിപ്പറഞ്ഞു. പക്ഷേ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന നേതൃത്വം ഒരു ലെവലിൽ, ജില്ലാ നേതൃത്വം മറ്റൊരു ലെവലിൽ അങ്ങനെ നയം സ്വീകരിക്കുന്നു. അന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനായിരുന്നു. അപ്പോൾ അത് വ്യക്തമായി. തുടക്കത്തിൽ അയ്യോ ഞങ്ങളങ്ങനെ ബോംബ് നിർമ്മിക്കുന്ന പാർട്ടിയാണോ, ഞങ്ങളങ്ങനെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമോ എന്നൊക്കെ വലിയ വായിൽ ചോദിക്കും. പക്ഷേ പിന്നീട് ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതല്ലേ ഇപ്പോഴും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, സമീപകാലത്ത് ഇതേ രീതിയിലാണ് അവിടെ ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവിടെയും ആദ്യം തള്ളിപ്പറഞ്ഞു. പിന്നീട് CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ആ പരിക്കേറ്റവർ അവരുടെ ചികിത്സാ ചെലവ് മൊത്തം വഹിച്ചത് പാർട്ടിയാണ്, കുടുംബത്തെ സംരക്ഷിക്കുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാർ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയെക്കുറിച്ച്? നിങ്ങൾ പറയുന്നത് ഇത് പിന്നെ തൊഴിലാളി പ്രസ്ഥാനം ആണ്, തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നു, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു, അധസ്ഥിതരുടെ കൂടെ നിൽക്കുന്നു. അതേസമയം ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ചെയ്തികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ പറയണം, ഞങ്ങളുടെ പ്രവർത്തകർ ബോംബ് നിർമ്മിക്കുമ്പോൾ പിന്നെ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ടതാണെന്ന് പറയാനുള്ള ആർജവം, ചങ്കൂറ്റം കാണിക്കണം. ഇരട്ടച്ചങ്ങൻ്റെ പാർട്ടിയല്ലേ, എന്തുകൊണ്ടാണ് ചങ്കൂറ്റം കാണിക്കാത്തത്? നിങ്ങൾ എന്തിനാ തള്ളി പറയുന്നത്? ഞങ്ങൾ തന്നെയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാനുള്ള ആർജവം എന്താ പാർട്ടി കാണിക്കാത്തത്? അത്രയേ ഉള്ളൂ. അവിടെ പറഞ്ഞാൽ തീർന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയേയില്ല. ഇതിപ്പോ ഇന്നലെ ഉണ്ടായൊരു സംഭവമല്ലല്ലോ. 9 വർഷത്തിന് മുമ്പ്, 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി അംഗീകരിക്കുക, എല്ലാ ദിവസവും ഈ രക്തസാക്ഷി ദിനം ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പിന്നെ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് 2 രീതിയിൽ ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പ്രതിരോധത്തിനും 2 പ്രത്യാക്രമണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിന്റെ ഇടയ്ക്ക് ആ പുകപടലങ്ങൾക്കിടയിലൂടെ പലപ്പോഴും നാടൻ പടക്കങ്ങളെയാണ് നമ്മൾ ബോംബ് എന്ന് വിളിക്കുന്നത്. നാടൻ പടക്കങ്ങൾ എറിഞ്ഞ് അതിനുശേഷം ഒരു പുകമറ ഉണ്ടാക്കിയതിനു ശേഷം ആ ഇരുട്ടിന്റെ മറവിൽ, ആ പുകയുടെ മറവിൽ എതിരാളികളെ വകവരുത്തുന്ന ഒരു തന്ത്രം കാലാകാലമായ RSSഉം CPMഉം കോൺഗ്രസുകാരും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ധാരാളം അത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം അന്ത്യം വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുടിപ്പകകളും അത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറുകൊലപാതകങ്ങളും എല്ലാം നിന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ പ്രതിരോധത്തിന്റെ ആവശ്യത്തിനായിരിക്കാം അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ നടന്നത് 2014 സംഭവത്തിൽ ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല, അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞത്. പിന്നീട് പാർട്ടി മെമ്പർമാരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ആ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നൽകുകയും. നല്ല ന്യായീകരണം. ആദ്യം പാർട്ടി പ്രവർത്തകരാണ്, മെമ്പർമാരാണെന്ന് മനസ്സിലായില്ല അല്ലേ? ഇതിൽ തുടക്കത്തിലായില്ലല്ലോ. തുടക്കത്തിൽ പ്രാദേശിക നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ. പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നതനുസരിച്ച് അതിനെക്കുറിച്ച് വികൃതമായി പോയല്ലോ ശരീരം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തിരിച്ചറിയാതെ പോയത്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവിടെ കെ വി സുധീഷിനെ അച്ഛനെയും അമ്മയുടെ മുമ്പിൽ വെട്ടിക്കൊന്നതിന്റെ മുഖ്യ സൂത്രധാരനാണ് കെ വി ജയകൃഷ്ണന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്മാരകങ്ങളും ബലിദാന ദിനവും ആഘോഷിച്ചുകൊണ്ടിരിക്കല്ലേ.
കൊല്ലത്തെ കാര്യം ജയകൃഷ്ണനോ വേണ്ട, അയ്യോ ഒന്നും പറയല്ല. അത് ഒരിക്കലും കേട്ടിരിക്കാൻ പറ്റില്ല. ജയകൃഷ്ണ മാഷെ കൊന്നതിന് ന്യായീകരണം കണ്ടെത്തല്ല. സുധീഷിന്റെ പദത്തില് ജയകൃഷ്ണ മാഷ് പ്രതി പോലും അല്ല. നിങ്ങളെന്ത് വർത്താനം പറയുന്നത്? ജയകൃഷ്ണ മാഷ് സുധീഷ് പദത്തിൽ പ്രതിയാണോ? നിങ്ങളെന്താ പ്രതിയേർക്കാഞ്ഞ്? നിങ്ങൾ സുധീഷിന്റെ പദത്തിൽ ജയകൃഷ്ണ മാഷ് കൊന്ന് ആസൂത്രകനാന്ന് പറയുമ്പോൾ നിങ്ങളെ ഭരണകൂടം എന്താ പ്രതിയേർക്കാഞ്ഞ്? ഇല്ലാത്ത ഒരു വ്യക്തിയെ എന്തെങ്കിലും പറയണം. കൊല്ലപ്പെട്ടതിന് ശേഷം കൊലപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പറയരുത്. കൊല്ലത്തെ കാര്യം പറഞ്ഞുതരാം. സുനിൽകുമാറിന്റെ വധം. ജയകൃഷ്ണൻ കൊലപാതകയാണോ? CPM പോലെ കൊലപാതകം നടത്തുന്ന പാർട്ടിയാണോ നേതാക്കൾ? BJP കാപ്പി കുടിക്കുന്ന ആളുകളെ എല്ലാം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതാണ് നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരുത്തനുണ്ട്. ഒരു RSS നേതാവ് ഉപ്പുത്തവൻ. അവനൊന്നും ജീവിച്ചിരിപ്പില്ല. ഞാൻ കൊല്ലപ്പെട്ട സമയത്ത് നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെ അനേക സാക്ഷി പറഞ്ഞാൽ ജയകൃഷ്ണൻ എന്ന് എഴുതി വെച്ച പാർട്ടിയായത്. എന്താ ജയരാജൻ പറയുന്നത്? ജയരാജൻ ഒന്നും അറിയില്ല കണ്ണൂർ ജില്ലയെ പറ്റിയിട്ട്. കണ്ണൂർ ജില്ലയിൽ വന്ന് ജീവിക്കണം ജയരാജൻ, അന്നേരം മനസ്സിലാവും എന്താ ഉള്ളത്. വെറുതെ കഴിഞ്ഞ കാലത്തെ സംഭവത്തെ ഒന്നും പറയണ്ട. കഴിഞ്ഞ കാല സംഭവത്തിൽ നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ, സമാധാനപരമായ ഒരു അന്തരീക്ഷം ആർക്കും വഷളാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇനി കണ്ണൂർ ജില്ലയിൽ ഒരു ജനങ്ങളും വിട്ടുകൊടുക്കില്ല. വെള്ളരിപ്രാവുകളാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ പിന്നാമ്പുറ കഥകളും അവർ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികളും ജനങ്ങൾ വിലയിരുത്തും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ നടക്കുന്നില്ല. അതിനി വീണ്ടും ഈ പുണ്ണ് ചകഞ്ഞ് വീണ്ടും അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണോ? ഈ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ, അരാജകത്വം സൃഷ്ടിക്കാനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ CPM ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സാർ ബോംബ് സ്ഫോടനം ഉണ്ടായത് അവിടെ.